ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇപ്പോൾ രാത്രി ടൈമാണ് കേട്ടോ. അപ്പോൾ രാത്രി ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ബിരിയാണി കഴിക്കാൻ ആഗ്രഹം കേട്ടോ. വെറും ബിരിയാണി അല്ല കേട്ടോ, ഫിഷ് ബിരിയാണി കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിലധികമല്ല, ഞങ്ങളിവിടെ ഒന്നും അധികം ഫിഷ് ബിരിയാണി ഉണ്ടാക്കാറില്ല കേട്ടോ. എനിക്ക് മാത്രം കേട്ടോ ഫിഷ് ബിരിയാണി ഇഷ്ടം. എല്ലാവർക്കും ചിക്കനും ബീഫും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഫിഷ് ബിരിയാണി തിന്നാൻ ഭയങ്കര കൊതി കേട്ടോ. അപ്പം ഞാൻ നോക്കുമ്പോൾ നെയ്മീൻ ഉണ്ട് കേട്ടോ. അപ്പം നെയ്മീൻ വെച്ചിട്ടാണ് കേട്ടോ ഞാനിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാനിതാ ഫസ്റ്റ് തന്നെ മീനിൽ നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതേപോലെ ഉപ്പൊക്കെ കുറച്ച് നേരം ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടുകൂടി തന്നെ അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് പാലട പായസം കഴിക്കാൻ ആഗ്രഹം കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒരു സൈഡിൽ അതും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മളെ ആഗ്രഹങ്ങളൊന്നും നമ്മൾ മാറ്റി വയ്ക്കരുത്. എന്ത് കഴിക്കാനാണ് തോന്നിയത് അപ്പം തന്നെ ഉണ്ടാക്കി കഴിക്കണം. ഒന്നാമത് കൊതി എന്ന് പറയുന്നത് കുറേ ആയിട്ടോ ഫിഷ് ബിരിയാണി കഴിച്ചിട്ട്, ഏകദേശം 1 വർഷത്തോളം ആവാനായിട്ടോ. അപ്പോൾ ചിക്കന് ബീഫ് അങ്ങനെ ഇങ്ങനെ അതിങ്ങനെ കഴിക്കാമെന്നല്ലാതെ ഫിഷ് ബിരിയാണി ഒന്നും ആർക്കും താല്പര്യമില്ല. ഞാൻ കഴിച്ചിരുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ആഗ്രഹം കേട്ടോ. അപ്പോൾ 1 വർഷത്തോളമായി ഞാൻ ഫിഷ് ബിരിയാണി കഴിച്ചിട്ട്. അപ്പോൾ ഏതായാലും എൻ്റെ ആഗ്രഹം മാറ്റാൻ വിചാരിച്ചു കേട്ടോ. സവാളൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണക്കം മാറി വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ല ഒരു റെസിപ്പിയൊന്നുമല്ല കേട്ടോ, ഒരു തട്ടിക്കൂട്ട് ഫിഷ് ബിരിയാണിയാണ്. പെട്ടെന്ന് കൊതി വന്നപ്പോൾ ഞാനുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അത് അവിടെ തക്കാളി നന്നായിട്ട് വഴറ്റി വന്നിട്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട മസാലപ്പൊടികളാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഞാനതിലധികം മസാലകളൊന്നും ചേർക്കണില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് കിട്ടാവുന്ന കുറച്ച് മസാലകൾ മാത്രം കേട്ടോ ചേർക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഏലക്ക, പട്ട അങ്ങനെ കുറച്ച് സ്പൈസസ് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പൊടിച്ച് വെച്ചാട്ടോ ചേർക്കുന്നത്, കാരണം പെട്ടെന്നായതുകൊണ്ട് ഇനി പൊടിക്കാനുള്ളൊരു മടിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ചുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ മസാലകളും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ലെമൺ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ നാരങ്ങ ജ്യൂസ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത് തൈരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തൈരും കുറച്ച് ആഡ് ചെയ്തിട്ട് നമ്മൾ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ എല്ലാ മസാലകളും ചേർക്കണില്ല. പെട്ടെന്ന് നമുക്ക് നമ്മളെ വീട്ടിൽ ഒരു ബിരിയാണി കഴിക്കാൻ തോന്നിയാൽ കിട്ടാവുന്ന കുറച്ച് മസാലകളായിട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചേർത്താലും എങ്ങനെ വെച്ചാലും നമുക്ക് ബിരിയാണി ആവും. പക്ഷെ ഞാൻ അങ്ങനെ കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. മസാല ഉപ്പില്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കാം കേട്ടോ. പുതിനയിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ മസാല ഒന്ന് ടേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനി ലാസ്റ്റ് നമ്മൾ ചേർക്കാൻ പോകുന്നത് ടൊമാറ്റോ സോസാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് നമ്മൾ മസാല ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ചേർക്കേണ്ടതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ മസാലയ്ക്ക് തേച്ച് ഫ്രൈ ചെയ്ത് വെച്ച നമ്മൾ ഫിഷില്ലേ, ആ ഫിഷിനെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നേരത്തൊന്ന് ആവി വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കാരണം ഈ ഫിഷിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ കേട്ടോ. നമുക്ക് ഇത് അടപ്പ് വെച്ച് കുറച്ച് നേരം ഒന്ന് ആവി വെച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് ഫിഷിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേവിച്ച് വെച്ച നമ്മൾ ബിരിയാണി അരി ഇല്ലേ, അത് വേവിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക്
ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അരി വേവിക്കുമ്പോൾ നമ്മൾ ഈ ഏലക്ക, പട്ട, ഗ്രാമ്പു അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് വേവിച്ചാൽ അതിൻ്റെ സ്മെല്ല് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് മസാലയുടെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് നമ്മളെ ചോറ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് മല്ലിയിലയും മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ നെയ്യ് കേട്ടോ. അപ്പോൾ നെയ്യും കൂടി നമ്മൾ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് ദമ്മിടാം കേട്ടോ. അപ്പോൾ ഒന്ന് ആവി കയറ്റി എടുക്കണം കേട്ടോ. മുകളിലൊരു വെയിറ്റും വെച്ചിട്ട് നമുക്കിത് ആവി കയറ്റി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ഫിഷ് ബിരിയാണി കേട്ടോ. ഒരു തട്ടിക്കൂട്ട് ഫിഷ് ബിരിയാണി കേട്ടോ. കൊതിമൂത്ത് ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചൂടോടുകൂടി കഴിക്കണം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. I begin to